ഭാഗ്യം കൊണ്ടാണ് മകന് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് കോയിപ്പുറത്ത് മർദ്ദനമേറ്റ യുവാവിന്റെ അമ്മ പറയുന്നു. എഴുന്നേറ്റ് നടക്കാനോ ആഹാരം കഴിക്കാനോ കഴിയാത്ത അവസ്ഥയാണ് മകനുള്ളത്. വായ മൂടിക്കെട്ടിയ ശേഷമാണ് ഭാര്യയും ഭർത്താവും ചേർന്ന് മർദ്ദിച്ചത്. ആലപ്പുഴ സ്വദേശിയായ യുവാവിനും സാരമായ മർദ്ദനമേറ്റുവെന്നും അമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ജീവൻ തിരിച്ചു കിട്ടി, അത്രയേ ഉള്ളൂ. അതുപോലെ അവൻ്റെ അവസ്ഥ. അവന് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് നടക്കാനൊക്കത്തില്ല. നമ്മൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചായച്ച് കിടത്തണം. ഇന്നലെ ഒരു തരത്തിലാണ് ഞങ്ങൾ ഫോറൻസിൻ്റെ ഇതിൻ്റെ പരിശോധനയ്ക്ക് പോയച്ച് വന്നു കഴിഞ്ഞപ്പം ദേഹം മൊത്തം അങ്ങ് നീരായി. അവരുടെ കൂടെ ചെറുതരായിലേക്ക് അങ്ങ് നടക്കേണ്ടി വന്നില്ലേ, മൊത്തം ദേഹം നമ്മൾ നടന്നു കഴിയുമ്പോൾ ശരീരം മൊത്തം നീരാകും. ജയേഷുമായിട്ട് ഇവർ ഈ കാവുങ്ക ഗ്രാനൈറ്റിൻ്റെ അവിടെ ആദ്യം ജോലി ചെയ്യുന്ന ഇവൻ അവിടെ ആദ്യം ജോലി ചെയ്ത് അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ് ഇവനെ. അത് കഴിഞ്ഞ് പിന്നെ ഇവരിങ്ങനെ ഓരോ കമ്പനികളിലോട്ട് മാറ്റി ഇവനെ മെക്കാനിക്കലിൻ്റെ ഇതായതുകൊണ്ട് മാറ്റി കൊണ്ടുപോകും. ഇവൻ പോകുന്നിടത്തൊക്കെ മെക്കാനിക്കലിനെ വേണമെന്ന് പറയുമ്പോൾ ഇവനെയും കൊണ്ടുപോകും. അങ്ങനെ ഇവനെങ്ങും ചെന്നാൽ നിൽക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇവൻ ഒരാഴ്ച 2 ആഴ്ച ജോലി ചെയ്ത് കഴിയും. ഇവൻ എപ്പോഴും ഫോൺ വിളിയാണ് ഇവൻ്റെ ഒരു പ്രധാന ഇത്. അതുകൊണ്ട് ഇപ്പം വേറൊരു ജോലിക്ക് നിൽക്കുമ്പോൾ അവർ സമ്മതിക്കില്ലത്. അങ്ങനെയായിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് പിടിച്ച് അവിടെ നിന്ന് പോരും. ഒരിടത്തും ജോലിക്ക് സ്ഥിരമായിട്ട് ഒരിടത്തും നിൽക്കത്തില്ല. അതായിരുന്നു ഇവൻ്റെ ഒരു ഇത്. അതാ മോൻ ഇവിടെ പറയുന്നത്. അതാ ഞങ്ങൾക്കും അറിയത്തില്ലാത്തത്. എന്തോ കാര്യത്തിന് ഇവനോട് ഇത്രയും ദേഷ്യം വരാനായിട്ട് ഉള്ള കാരണം എന്താണെന്ന് ഞാൻ വെച്ചാൽ ഇവൻ വല്ലപ്പോഴും എൻ്റെ വീട്ടിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാരമില്ല. ഒരു വർഷങ്ങൾക്ക് ഈ കാവുങ്ക ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെങ്ങാണ്ട് ഒരു പ്രാവശ്യം ഇവൻ്റെ വീട്ടിൽ പോയത്. അന്ന് ഇവന് കല്യാണം കഴിച്ചതെന്നും തോന്നില്ല. അന്നാലും എങ്ങാണ്ട് ഒന്ന് പോരാ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് പോകുന്നത്. എന്നോട് മുഴുവനായിട്ട് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നോട് മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാലും പറഞ്ഞു കൈ കെട്ടി ഇട്ടിട്ട് കമ്പി പഠിക്കാനുള്ള അടിയായിരുന്നെന്ന് പറഞ്ഞ് പുറത്തും കാലിന് നടുവിനും പിന്നെ സർജിക്കൽ ബ്ലേഡ് ഇങ്ങനെ പെടലിയെ വെച്ചിട്ടാ ഇത് നീ വെളിയിൽ പറയുമോ, നീ പോലീസിൽ പറയാനൊരുങ്ങിയ നിന്നെ ഞാൻ ഇവിടെ നിന്ന് കുഴിച്ച് മൂടത്തേ ഉള്ളെന്ന് പറഞ്ഞു. നിന്നെ സെപ്റ്റി ടാങ്കിൽ തള്ളുമെന്ന് പറഞ്ഞ് കൊന്ന്. എൻ്റെ മോൻ എന്നോട് അങ്ങനെയാ പറഞ്ഞു. എൻ്റെ കൊച്ചെ, എനിക്ക് നിങ്ങളുടെ മുഖം ഓർത്ത് ഞാൻ അഭിനയിച്ച് കിടന്നെന്ന് പറഞ്ഞ് എനിക്ക് തീരെ വയ്യാത്ത പോലെ. എടാ യേശ, നീ എന്നെ ഒന്നും ചെയ്യണ്ട, ഞാൻ ആരോടും ഒന്നും പറയുകയല്ല, നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പൊക്കൂ, ഞാൻ ആരോടും ഒന്നും പറയുകയല്ലെന്ന് പറഞ്ഞ്. ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോകുമ്പം പെണ്ണുമ്പിള്ള എന്നെ വിളിച്ച്, ലക്ഷ്മി, അന്നേരം ഒന്നും നമ്മൾ ഈ വിവരങ്ങൾ അറിയുന്നില്ലല്ലോ. ലക്ഷ്മി വിളിച്ചേച്ച് പറഞ്ഞ് ഇതിൻ്റെ പുറത്ത് കേസിനും പുക്കാറിനും ഒന്നും പോകാനും സാക്ഷി പറയാനും ഒന്നും ഞങ്ങൾ ജയേഷിനെ വിടത്തില്ല. ഞങ്ങളൊരു കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു കൂടുന്ന, ഞങ്ങളെ ഇതിനകത്തോട്ട് വലിച്ചഴച്ചേക്കരുതെന്ന് പറഞ്ഞ്.